ശബരിമല കേസിൽ 90 ദിവസത്തിലധികമായിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. അദ്ദേഹം പുറത്തു വരാനുള്ള സാധ്യതയുണ്ട്. ഇത് തന്നെയായിരിക്കുമോ ഇത് പത്മകുമാറിനെതിരെയും അതോടൊപ്പം തന്നെ വാസുവിനെതിരെയുമുള്ള ഈ നീക്കം തന്നെയായിരിക്കുമോ അന്വേഷണ സംഘം നടപ്പിലാക്കുക? ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് 2 എഫ്ഐആറുകളാണ് രജിസ്റ്റർപ്പെട്ടിട്ടുള്ളത്. ഒന്ന് കട്ടറപ്പാളിയിലെ സ്വർണ്ണം മോഷ്ടിച്ചത്, മറ്റൊന്ന് ദ്വാരപാല ശില്പങ്ങൾ. അങ്ങനെ 2 എഫ്ഐആറുകളാണ് SIT രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിൽ ഒരു എഫ്ഐആറിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം അനുവദിക്കാൻ പോകുന്നത്. 90 ദിവസം കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും നിയമപരമായി കുറ്റപത്രം സമർപ്പിച്ചില്ല എങ്കിൽ ജാമ്യം കൊടുത്തേ മതിയാവുള്ളൂ. ഇത് SITക്കും അറിയാം, ഈ അകത്ത് കിടക്കുന്ന പ്രതികൾക്കും അറിയാം, സർക്കാരിനും അറിയാം. അപ്പോൾ അന്വേഷണത്തിൻ്റെ രീതി മുന്നോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് ദിവസങ്ങൾ കൂട്ടി വാങ്ങിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു SIT ഇതുവരെ ചെയ്തത്. അന്വേഷണം പൂർത്തിയായില്ല, ഇനിയും ദിവസങ്ങൾ വേണം എന്ന് ഹൈക്കോടതിയിൽ ആവശ്യപ്പെടുകയും ഹൈക്കോടതി അനുസരിച്ചിട്ട് ദിവസം നീട്ടിക്കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്തു. പക്ഷേ ഇതുവരെ കാതലായിട്ട് ഈ അകത്ത് കിടക്കുന്ന ഈ 13 പ്രതികൾക്കും എതിരെയുള്ള കൃത്യമായ തെളിവുകളോ മറ്റു കാര്യങ്ങളോ സംഘടിപ്പിക്കാൻ SIT കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു പരാധീനതയാണ്. ആ പരാധീനത മുതലെടുത്തുകൊണ്ടാണ് ഒരുപക്ഷെ അവർ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയാത്തത്. കുറ്റപത്രം സമർപ്പിക്കണമെങ്കിൽ കൃത്യമായിട്ട് ചാർജസ് അല്ല അതിൽ പറഞ്ഞമല്ലോ. അതിൻ്റെ തെളിവുകൾ തൊണ്ടി ഉണ്ടെങ്കിൽ തൊണ്ടി മുതൽ ഈ വക സാധനങ്ങളെല്ലാം രേഖപ്പെടുത്തണം. പക്ഷേ ഇപ്പോഴും ഈ പറഞ്ഞ കയ്യെത്താ ദൂരത്താണ് ഈ തൊണ്ടി മുതൽ. ഈ സാധനം എങ്ങോട്ട് പോയി എന്നുള്ളത് ഇപ്പം SITക്കും അറിയില്ല, ഹൈക്കോടതിക്കും അറിയില്ല, ജനങ്ങൾക്കും അറിയില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പം നിലവിലുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കിടക്കുന്ന എല്ലാ പ്രതികൾക്കും ഒരു സ്വാഭാവിക ജാമ്യത്തിനുള്ള അവകാശമാണ് മുന്നിൽ വരുന്നത്. പക്ഷേ അവിടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ രംഗപ്രവേശമാണ്. ED ഈ കേസിൽ ഇന്നലെ 21 സ്ഥലങ്ങളിൽ 3 സംസ്ഥാനങ്ങളിലായിട്ട് 21 സ്ഥലങ്ങളിൽ അവർ ഒരേ സമയം പരിശോധന നടത്തി. ഈ 13 പ്രതികളുടെയും വസതികളിലും അവരുടെ ഓഫീസുകളിലും നേരത്തെ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളുടെ ജ്വല്ലറികളിലൊക്കെ പരിശോധന നടത്തി. അതിൽ ചിലത്തെ പരിശോധന രാത്രി വൈകിയാണ് പൂർത്തിയായത്. അതിൻ്റെ വിവരങ്ങളൊക്കെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും EDയുടെ അന്വേഷണം വന്നതോടുകൂടി SIT രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകളിൽ ജാമ്യം കിട്ടിയാലും ED കേസ് രജിസ്റ്റർ കഴിഞ്ഞാൽ അവർക്ക് ജാമ്യം കിട്ടില്ല. ആ പേരിൽ അകത്തിറക്കില്ല. കാര്യം 6 മാസമാണ് അതിൻ്റെ കാലാവധി. ED ഒരു കേസ് രജിസ്റ്റർ ചെയ്താൽ 6 മാസം വരെ അകത്തിറക്കണം. കുറ്റപത്രം കൊടുത്തോ ഇല്ലയോ എന്ന് പറയേണ്ട കാര്യമില്ല. അപ്പോൾ ആ ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ ഭക്തജനങ്ങൾക്കുള്ളത്. കാര്യം ED ഇതിൽ വന്നല്ലോ എന്നൊരു ആശ്വാസമാണ് നിലവിൽ ജനങ്ങൾക്കുള്ളത്. പക്ഷേ നേതാക്കളുടെ CPM നേതാക്കളുടെ പ്രതികരണം പലപ്പോഴും പുച്ഛിക്കുന്ന ഒരു രീതിയിലാണ് EDയുടെ റെയ്ഡിനെ. അല്ല, CPM നേതാക്കളെ പുച്ഛിച്ചതിനെ ഒരു കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇതുവരെ കേരളത്തിൽ നടത്തിയ EDയുടെ അന്വേഷണങ്ങളിൽ ആ രീതിയിലായിരുന്നല്ലോ. അതായത് കുറ്റം ചെയ്തതിനെ വെളുപ്പിക്കുന്ന രീതിയിലാണ് ED ഇതുവരെ അന്വേഷിച്ചത്. അങ്ങനെയുള്ള ഒരു ED ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് പുറത്താക്കിയത് കേന്ദ്ര സർക്കാരിന് വേണ്ടി വന്നു. കാരണം അയാൾ CPMൻ്റെ ഏജൻ്റായിരുന്നു. കൊച്ചി യൂണിറ്റ് പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു അദ്ദേഹം. ഈ പറഞ്ഞതുപോലെ മറ്റേ മുഖ്യമന്ത്രി ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട സ്വർണ്ണക്കടത്ത് കേസുകളിൽ വേണ്ട രീതിയിൽ അതിനെല്ലാം തിരിമറി നടത്തി കൈക്കൂലിയൊക്കെ വാങ്ങി എല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് പുള്ളി സർവീസ് എന്ന് പറഞ്ഞു വിട്ടു. അങ്ങനെയുള്ള ചില ഉദ്യോഗസ്ഥർ എല്ലായിടത്തും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ പ്രാവശ്യം അതിന് സാധ്യത കുറവാണ്. കാരണം ഹൈക്കോടതിയിൽ ഒരു കേസ് BJP പ്രസിഡന്റ് കൊടുത്തിട്ടുണ്ട്, CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട്. അതുകൂടെ അദ്ദേഹം കേന്ദ്ര ആഭ്യന്തര അമിത്ഷായ്ക്കും ഈ ശബരിമല കൊള്ളയായിട്ട് ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം കഴിഞ്ഞാൽ പരാതി കൊടുത്തിട്ടുണ്ട്. അല്ല, ED എത്താൻ വൈകി എന്നൊരു ധാരണ പൊതുജനത്തിനുണ്ടല്ലോ. അല്ല, ED എത്താൻ വൈകി എന്നുള്ളതിൽ വലിയ അർത്ഥമൊന്നുമില്ല. കാരണം ഒരു കേസ് ഇതുപോലുള്ള, അതായത് ഈ അന്താരാഷ്ട്ര മാനങ്ങളുള്ള ഇത്തരം കേസുകൾ അന്വേഷിക്കപ്പെടുമ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കാത്തിരിക്കും. കാരണം അതിൽ അവരെന്താ വെച്ചാൽ അവർ ഈ PML ആക്ട് അനുസരിച്ചിട്ടാണ് അവരുടെ അന്വേഷണം നടന്നത്. കാര്യം ഇതിൽ കള്ളപ്പണം ഇടപാട് നടന്നിട്ടുണ്ടോ, പണം വെളുപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ആകെ അവർക്ക് അന്വേഷിക്കാൻ കഴിയുക. മറ്റു കാര്യങ്ങൾ അന്വേഷിക്കാൻ കഴിയില്ല. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ സ്വർണ്ണപ്പാളികളും ദ്വാരപാല ശില്പങ്ങളിലെ സ്വർണ്ണങ്ങളും ഒക്കെ അവർ കടൽ കടത്തിയിട്ടുണ്ടാവാം എന്ന ഒരു സംശയം പൊതുവെ കേരളത്തിൽ ജനങ്ങൾക്കുണ്ട്. കാരണം ഇതിൻ്റെ ഒരു ഡിവൈൻ വാല്യൂ എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഈ സാധാരണ സ്വർണ്ണത്തെക്കാൾ എത്രയോ ഇരട്ടിയാണ് ഇതിന് കിട്ടുന്ന ആൻറ്റിക് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതായിരിക്കും ഇവർ കടൽ കടത്തിയിട്ടുണ്ടാവാം, മറ്റ് രാജ്യങ്ങളിൽ പോയിട്ടുണ്ടാവാം, ഇന്ത്യയിലല്ല ഇതിൻ്റെ ബിസിനസ് നടക്കുന്ന കേന്ദ്രങ്ങളിൽ പോയിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ അവിടെ സ്വാഭാവികമായിട്ടും EDക്ക് രംഗപ്രവേശിക്കേണ്ടി വരും. ഇവർക്ക് കിട്ടിയ പ്രതിഫലമൊക്കെ ശരിയായിട്ടുള്ള പണമാണോ കള്ളപ്പണമാണോ എന്ന് അന്വേഷിക്കേണ്ടി വരും. അതുകൊണ്ടാണ് EDയുടെ വരവ് ഇച്ചിരി വൈകിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതിൽ അത് മാത്രമല്ല, ഇനി തുടർന്ന് മറ്റൊരു കാര്യം, ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനത്ത് ED കയറി, അതിൽ വലിയ രാഷ്ട്രീയ പ്രാധാന്യം. തീർച്ചയായിട്ടും കാര്യം ദേവസ്വം ബോർഡ് പോലുള്ള ഒരു സ്ഥാപനത്തിനകത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കയറേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കിയതാരാ? ഇവർ തന്നെയാണ്.
അപ്പോൾ പിന്നെ ദേവസ്വം ഭരണത്തിൽ കയറി കഴിഞ്ഞാൽ ഒരുപാട് രേഖകൾ കിട്ടും. ഇത് മാത്രമൊന്നുമല്ല, ഇഷ്ടംപോലെ രേഖകൾ അവിടെ കിട്ടും. അവരുടെ ഈ തരികിട തരികിട പരിപാടികളെല്ലാം കൃത്യമായിട്ട് ഇ ഡി കണ്ടെത്തുകയും അത് അവർ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ഇതിൻ്റെ തുടർച്ചയായിട്ട് CBI വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇത് പിന്നെ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ഇടക്കാല റിപ്പോർട്ട് പറഞ്ഞല്ലോ. ആ റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത് എന്താ, ഇപ്പോൾ അവിടെ ഇരിക്കുന്ന ഈ കട്ടളപ്പാളിയിൽ മെർക്കുറിയുടെ അംശമില്ല എന്നാണ് പറയുന്നത്. കൊണ്ടുപോയതിൽ മെർക്കുറിയുടെ അംശം ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ള തിരിച്ചു വന്നതിലില്ല. BSSCയിലെ പരിശോധനയിൽ കിട്ടിയ റിപ്പോർട്ടാണ്. അപ്പോൾ മെർക്കുറി ഉപയോഗിച്ചിട്ടാണ് നേരത്തെ ഗോൾഡിൽ അമാൽഗമേറ്റ് ചെയ്തിരുന്നത്. അതായത് UB ഗ്രൂപ്പ് കൊടുത്ത സ്വിറ്റ്സർലൻഡിൽ നിന്നും കൊണ്ടുവന്ന സ്വർണം, അതായത് തങ്കം, ആ തങ്കം ഉപയോഗിച്ചിട്ടാണ് 1998 ഈ പിന്നെ കട്ടളപ്പാളിയിൽ എന്ത് ചെയ്യുന്നത്, സ്വർണം പൊതിയുന്നത്. സ്വർണം പൂശുന്നല്ല, സ്വർണം അമാൽഗമേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. മെർക്കുറിയുടെ സഹായത്തോടുകൂടി നേർത്ത ഷീറ്റുകളായി നേർത്ത അലൂമിനിയം ഫോയിൽ നേർത്ത ഷീറ്റുകളാക്കി അതിൽ 6 or 7 ലെയർ ഒട്ടിക്കുകയാണ്. അപ്പോൾ മെർക്കുറിയായിട്ട് സംയോജിച്ചിട്ട് അതിലങ്ങ് പതിഞ്ഞ് ചേരുകയാണ് ചെയ്തത്. ഇങ്ങനെയാണ് ഈ പ്രോസസ്സ് നടത്തിയത്. അപ്പോൾ കൊണ്ടുപോയതിൽ മെർക്കുറിയുടെ അംശമുണ്ട്, തിരിച്ചു വന്നതിൽ മെർക്കുറിയുടെ അംശമല്ല, പകരം നിക്കലിൻ്റെ അംശമാണ് ഉള്ളതെന്നാണ് BSSC റിപ്പോർട്ടിൽ പറഞ്ഞത്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് പഴയ കട്ടളപ്പാളി എവിടെയോ പോയി. ഇപ്പോൾ അവിടെ ഇരിക്കുന്നത് ഇവർ ചെമ്പ് ഉപയോഗിച്ച് ചെയ്ത് അതിനകത്ത് ഗോൾഡ് പ്ലേറ്റ് ചെയ്ത്, അതായത് സാധാരണ ഈ സ്വർണം പൊതിയുന്നതിൽ നിന്നും അതിൻ്റെ 100 അംശം മതി പ്ലേറ്റ് ചെയ്യാനായിട്ട്. അതിൽ തന്നെ സ്വർണ്ണമാണോ ഉപയോഗിച്ചത് നിക്കലാണോ ഉപയോഗിച്ചെന്നുള്ള സംശയം ഇപ്പോഴും, നിക്കലിൻ്റെ അതിൻ്റെ സ്വർണ്ണത്തിൻ്റെ നിറവാണ്, അതാണോ ഉപയോഗിച്ചെന്നുള്ള സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് കടൽ കടന്നിട്ടുണ്ടെങ്കിൽ മുമ്പ് വന്ന ചില സംശയങ്ങൾ, സോണിയാഗാന്ധിയുടെ സഹോദരിയൊക്കെ ചേർന്ന് ഇറ്റലിയിൽ നടത്തുന്ന ആൻറ്റിക് ഷോപ്പിലേക്ക് ഈ സാധനം പോയിട്ടുണ്ടോ, വലിയ അന്താരാഷ്ട്ര ബന്ധങ്ങളിലേക്ക് ആദ്യം ഹൈക്കോടതി ഉന്നയിച്ച പോലുള്ള സംശയം, സുഭാഷ് കപൂർ സ്റ്റൈലിലുള്ള പിന്നെ കൊള്ള ഇതിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതിന് അടിവരയിടുന്നതാണ് BSSC നൽകിയ റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതിലപ്പുറം ഒരു അന്വേഷണം വരേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒറിജിനൽ സാധനം ഇവിടെ ഇല്ല, ഇതിന് എങ്ങോട്ട് പോയി എന്നാണ് കണ്ടത്. SITയുടെ കയ്യിൽ നിൽക്കുന്നതല്ല അന്വേഷണം എന്ന് പറയുന്നത്. ഈ ദേവസ്വം ബോർഡ് പ്രതിപട്ടികയിൽ വരുമ്പോൾ വർഷങ്ങളായി തന്നെ ഹിന്ദു സംഘടനകൾ ആരോപിക്കുന്ന, അവർ ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ടല്ലോ, ദേവസ്വം ബോർഡിനെ അങ്ങ് പിരിച്ചുവിട്ട് ഈ ഭരണം മുഴുവൻ വിശ്വാസികൾക്ക് നൽകണമെന്ന്. അതിനൊരു ശക്തി പകരുന്നത്, ആ പ്രസ്താവനയ്ക്ക് ശക്തി പകരുന്ന നീക്കമല്ലേ ഇഡിയുടെ ഭാഗത്തു നിന്ന്? തീർച്ചയായിട്ടും. ഒരിക്കലും ഈ ആരാധനാലയങ്ങളിൽ ഒരിക്കലും സർക്കാർ ഭരിക്കാൻ പാടുള്ളതല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം അത് സർക്കാരിൻ്റെ പണിയല്ല, അത് ആ ബന്ധപ്പെട്ട മതത്തിൽ നിൽക്കുന്ന ആളുകളുടെ വിശ്വാസികൾക്ക് വിട്ടുകൊടുക്കേണ്ട ഒരു കാര്യമാണ്. ഇത് ഒരു കാലഘട്ടത്തിൽ പണ്ട് ഈ കേരളത്തിലെ ക്ഷേത്രങ്ങളെല്ലാം ഭരിച്ചിരുന്നത് രാജാവിൻ്റെ കാലത്ത് രാജാവ് നേരിട്ടായിരുന്നു ഭരിച്ചിരുന്നത്. ദേവസ്വം എന്ന് പറയുന്നത് അവർ നേരിട്ട് ഭരിച്ചിരുന്ന വകുപ്പുകളാണ്. രാജാവിൻ്റെ ഏറ്റവും പരിഗണന കൊടുത്തിരുന്ന ക്ഷേത്രങ്ങൾക്കാണ്. അത് കഴിഞ്ഞാൽ മറ്റേതും റവന്യൂ അടക്കമുള്ള വന്നിരുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഈ ജനായത്ത ഭരണം വന്ന സമയത്ത് ഒരു കവനൻ്റിൽ കൂടി ഇത് ജനാധിപത്യ സർക്കാരിന് കൈമാറ്റം ചെയ്യുകയാണ് ചെയ്തത്. സ്വാഭാവികമായിട്ട് അന്ന് ആരും ഈ കൈമാറ്റം ചെയ്ത സമയത്ത് ആരും ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ ഒരു ദുരവസ്ഥ ഉണ്ടായത്. ഇപ്പോഴാണല്ലോ ഈ ആവശ്യങ്ങൾ ഉണ്ടാകുന്നത്. അന്ന് സർക്കാരിനെ ഏൽപ്പിച്ചു, ഓക്കെ ജനകീയ സർക്കാരാണല്ലോ, ജനങ്ങളുടെ തെരഞ്ഞെടുത്ത സർക്കാരാണ്, സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങൾ ശരിയായി നടക്കുമെന്ന് അന്നത്തെ സാമൂഹ്യ രംഗത്തുള്ള ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ടാവണം. അങ്ങനെയാണ് സർക്കാരിൻ്റെ കയ്യിൽ വന്നത്. പക്ഷേ സർക്കാരിൻ്റെ കയ്യിൽ വന്നതോടുകൂടി എന്ത് സംഭവിച്ചു, അവിടെ ഈ വിശ്വാസികൾ വരുന്നതിന് പകരം ഫുൾ ടൈം രാഷ്ട്രീയക്കാരുടെ വരാൻ തുടങ്ങി. ഫുൾ ടൈം രാഷ്ട്രീയക്കാർ, അതും ഈശ്വരവിശ്വാസം ഇല്ലാത്ത, യാതൊരു തരത്തിലും ഹിന്ദു ആചാരങ്ങളെ വിശ്വസിക്കാത്ത, അതിനെ തള്ളിപ്പറയുന്ന കമ്മ്യൂണിസ്റ്റുകളായിട്ടുള്ള ധാരാളം ആളുകൾ അതിനകത്ത് അംഗങ്ങളായി വന്നു, അല്ലെങ്കിൽ പ്രസിഡന്റുമാരായി വന്നു. ഇവരോട് എന്നിട്ട് എന്താ ചെയ്തത്, അവരുടെ ഒരു കറവ് പശുവായിട്ടാണ് ഈ ശബരിമലയെയും ദേവസ്വം ബോർഡിനെയും കണ്ടത്. അതായത് നിയമനങ്ങളിൽ കൂടി, മരാമത്ത് പണികളിൽ കൂടി, ടെൻഡറിൽ കൂടി, നെയ്യ് കച്ചവടത്തിൽ കൂടി, അതുപോലെ തന്നെ ഈ മേൽശാന്തി നിയമനത്തിൽ കൂടി ഒക്കെ കോടിക്കണക്കിന് രൂപ ഇവരുണ്ടാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ഐസ്ബർഗിൻ്റെ ഒരു ചെറിയ ഭാഗം ഞാൻ മനസ്സിലാക്കുന്നത് ഈ സ്വർണ്ണമൊക്കെ. അതിലപ്പുറമുള്ള കോടിക്കണക്കിന് രൂപയുടെ അഴിമതികൾ ശബരിമല കേന്ദ്രീകരിച്ച് എല്ലാ വർഷവും നടക്കുന്നുണ്ട്. അതിൽ ഈ രാഷ്ട്രീയക്കാരുടെ പ്രധാന പ്രതികൾ, അവരിൽ ഒരിക്കലും ഈ അന്വേഷണം എത്തുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ രസകരമായ വസ്തുത. ഇപ്പോൾ SITയെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ദിവസം തന്നെ ഹൈക്കോടതി പറഞ്ഞല്ലോ, അന്വേഷണം വളരെ സുഖമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇവർ കൊടുത്ത ഇടക്കാല റിപ്പോർട്ടിൻ്റെ കോടതിയെ ഞെട്ടിയിരിക്കുകയാണ്. പലരും തുറന്നു പറയാൻ പറ്റുന്ന സാഹചര്യമാണെന്ന് ആര് പറയുന്നുണ്ട്, ഹൈക്കോടതി പറയുന്നുണ്ട്. ചില കാര്യങ്ങൾ ഹൈക്കോടതി റിപ്പോർട്ടിൽ കൂടെ വെളി പറയുന്നില്ല, ചിലതൊക്കെ അവർ മറച്ചു വയ്ക്കുന്നുണ്ട്. അപ്പോൾ SITക്ക് ഇന്ന് കൃത്യമായിട്ട് അന്വേഷണ വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തുന്നുണ്ട്. കാരണം കേരള പോലീസ് അസോസിയേഷൻ്റെ 2 ഉദ്യോഗസ്ഥരെയാണ് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് അതിൽ ചേർത്തിട്ടുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് വിവരങ്ങൾ ഇവിടെ എത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ശങ്കരാസ് അറസ്റ്റ് ഇത്രയും കാലം അതുകൊണ്ടാണ് എല്ലാ വിവരങ്ങളും കൃത്യമായിട്ട് സർക്കാരിൻ്റെ കയ്യിൽ എത്തുന്നുണ്ട്. അതിന് ഒരു തടയാണ് ഇനി ഈ ഇടി ഒന്നുകൂടി സംഭവിക്കാൻ പോകുന്നത്. സ്വാഭാവികമായിട്ട് സർക്കാരിൻ്റെ ഒരു നിയന്ത്രണം
SIT വഴി ഈ അന്വേഷണത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടാൻ പോവുകയാണ്. ED കൂടി CBI വന്നാൽ മാത്രമേ ഈ അന്വേഷണത്തിൻ്റെ യഥാർത്ഥ വസ്തുത, ഹൈക്കോടതി തന്നെ പറഞ്ഞത് വിശാലമായ അന്വേഷണമാണെന്ന് പറഞ്ഞു. അപ്പോൾ വിശാല അന്വേഷണം SIT നടത്താൻ കഴിയുന്നില്ല, അവർക്ക് ഒരുപാട് പരിമിതികളുണ്ട്. ആ പരിമിതി മറികടക്കണമെങ്കിൽ CBI അടക്കമുള്ള ഏജൻസികൾ വരികയും ED ചേർന്ന് അന്വേഷിച്ചാൽ മാത്രമേ നമ്മൾ സംശയിക്കുന്ന പലരും, അതായത് ഉന്നതന്മാരെന്ന് പറയുന്ന പഴയ മന്ത്രി കടകംപള്ളി അടക്കമുള്ള ആളുകളിലേക്ക്, അല്ലെങ്കിൽ ഞാൻ സോണിയാഗാന്ധിയുടെ സൗകര്യം ഉണ്ടെങ്കിൽ അതിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും CBI അന്വേഷണം. കടകംപള്ളിയെ ചോദ്യം ചെയ്തിട്ടുണ്ടല്ലോ അന്വേഷണ സംഘം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കടകംപള്ളിയെ ചോദ്യം ചെയ്ത് എങ്ങനെയാണ്, വളരെ രഹസ്യമായിട്ടാണ്. കാരണം അതാണ് ഞാൻ പറഞ്ഞത്, പോലീസ് ഓഫീസർ അസോസിയേഷൻ്റെ നേതാക്കൾ ഈ SITക്കകത്തുണ്ട്, അവരതിനെ വളരെ പരമരഹസ്യമാക്കി വെച്ചു. അപ്പോൾ രഹസ്യമായിട്ട് ചോദ്യം ചെയ്യാൻ അവർക്കറിയാം, നാട്ടുകാരറിയാതെ. അവർക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ രഹസ്യമായി ചോദ്യം ചെയ്യും, അല്ലാത്തവരെയൊക്കെ പോയി ജീപ്പ് കൊണ്ടുപോയി ചാനലുകാരെയൊക്കെ വിളിച്ചു വരുത്തി പബ്ലിക്കായിട്ട് അറസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ അന്വേഷണം ഇപ്പോഴും അകത്ത് കിടക്കുന്ന പത്മകുമാറെല്ലാം വേണ്ടപ്പെട്ടവനാണല്ലോ. പത്മകുമാറിനെ പോലെ അല്ലല്ലോ കടകംപള്ളി സുരേന്ദ്രൻ. പത്മകുമാർ എന്ന് പറയുന്നത് ഈ മറ്റേ യുവതീ പ്രശ്നത്തോടു കൂടി CPM അനഭിമുഖനായ ഒരു നേതാവാണ്. നടപടിയെടുക്കാത്തതിൻ്റെ കാരണം മറ്റു പല കാരണങ്ങളുണ്ടാണ്. അതുപോലെയല്ല കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്നത്. കടകംപള്ളി സുരേന്ദ്രൻ വരുന്നതോടെ കാര്യങ്ങൾ കുറച്ചുകൂടി തീവ്രഗതിയിൽ മുന്നോട്ട് പോകും. അത് പാർട്ടിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹത്തെ വളരെ രഹസ്യമായിട്ട് വിളിച്ച് ആരെ അറിയിക്കുക വിളിച്ച് ചോദ്യം ചെയ്ത് പറഞ്ഞു വിട്ടതെന്നുള്ളതാണ്. ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ SIT അന്വേഷണം നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര നല്ല രീതിയിലല്ല പോകുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ പ്രതികളെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ട് എന്താ കാര്യം? യഥാർത്ഥ കാര്യങ്ങളിലേക്ക് വരണ്ടേ? ഈ സംഭവം എവിടെ? തൊണ്ടി എവിടെ? ഈ മോഷ്ടിച്ചു വന്ന സാധനങ്ങൾ എവിടെ? എന്നിട്ട് ഇതിനിടയ്ക്ക് എല്ലാം കൂടി ചേർത്ത് തന്ത്രിയുടെ തലയിലിട്ട് കൊടുത്തിട്ട് ഊരാനുള്ള ശ്രമം ഇതിൻ്റെ കൂട്ടം നടത്തി. ഇപ്പോൾ CPM നേതാക്കളെ ബാധിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കള്ളക്കളികൾ ഈ അന്വേഷണത്തിൽ നിരന്തരമായി നടന്നു വരുന്നുണ്ട്. അപ്പോൾ SITയുടെ മേലെ ഹൈക്കോടതിക്ക് വിശ്വാസം ഉണ്ടായിരിക്കാം. പക്ഷേ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ജസ്റ്റിസ് ബഹ്റുവിൻ്റെ ബെഞ്ച് SITയെ പലതവണ വിമർശിച്ചു. ആ വിമർശനത്തിന് ശേഷമാണ് ഈ പറഞ്ഞ പോലെ ശങ്കരാസിനെയും വിജയകുമാറിനെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ SIT തയ്യാറായത്. അതുവരെ ഞാൻ തട്ടിക്കളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഹൈക്കോടതി തന്നെ രണ്ട് രീതിയിലാണ് ജഡ്ജിമാർ ഇതിൽ ഇടപെടുന്നത്. കാരണം SITയുടെ അന്വേഷണം തൃപ്തികരമല്ലാതാണ് ജസ്റ്റിസ് ബഹ്റുവിൻ മനസ്സിലാക്കുന്നതെങ്കിൽ, അപ്പുറത്ത് നിലവിൽ അന്വേഷിച്ചുകൊണ്ടിരുന്ന മേൽനോട്ട സമിതി രാജാ വിജയരാഘവൻ്റെ ബെഞ്ച് പറയുന്നത് തൃപ്തികരമാണെന്നുള്ളതാണ്. പക്ഷേ ജനങ്ങൾക്ക് ഇതിലൊന്നും തൃപ്തിയില്ല. ജനങ്ങൾക്ക് SITയിലും വിശ്വാസമില്ല. ഇതിൽ എന്തൊക്കെയോ ഒത്തുകളികളും സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് ജനങ്ങളുടെ സംശയം. അല്ല, ഇത് EDയും CBIയും എന്ന കൃത്യമായ പ്രതികളെ പിടികൂടാൻ കഴിയുമെന്ന് ചിന്തിക്കുന്നുണ്ടോ? പക്ഷേ ഈ ജനങ്ങൾ പറയുന്നത് ഈ സ്വർണ്ണക്കടത്ത് കേസ് എത്തി, അതിപ്പോൾ അതിനെക്കുറിച്ച് ഒരു വിവരം പോലുമില്ല. അതാണ് സ്വർണ്ണക്കടത്ത് കേസ് എന്ന് പറയുന്നത്. ഏത് ദിശയിലാണോ ആദ്യം അന്വേഷണം പൊക്കോട്ടത് ആ ദിശയിൽ നിന്ന് വ്യതിചലിച്ച് പോകുമ്പോഴാണ് ജനങ്ങൾക്ക് ഈ പറഞ്ഞ ആശങ്ക ഉണ്ടാകുന്നതെന്ന് പറയുന്നത്. ഇപ്പോൾ VSSI റിപ്പോർട്ട് പ്രകാരം ഇപ്പോൾ ശബരിമലയിൽ ഇരിക്കുന്നത് ഒറിജിനൽ അല്ല, 98-ൽ വെച്ച സാധനമല്ല, അത് ഡ്യൂപ്ലിക്കേറ്റ് അവിടെ ഇരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഒറിജിനൽ എവിടെ പോയി? ഇതാണ് ചോദ്യം. ഇത് കണ്ടുപിടിക്കേണ്ട ആരാ? അന്വേഷണ സംഘമാണ്. അന്വേഷണ സംഘം എവിടെ പോയി ഇത് അന്വേഷിച്ച് കണ്ടുപിടിക്കും? ഉണ്ണികൃഷ്ണൻ പോറ്റിന്ന് ഇത്തരത്തിലുള്ള മൊഴികൾ കിട്ടിയിട്ടുണ്ടോ നമുക്കറിയില്ല. ഇവരിന്നൊക്കെ എന്തൊക്കെ മൊഴിയാണ് കിട്ടിയിട്ടുള്ളത് നമുക്കറിയാം. ആ മൊഴികളൊന്നും ഇതുവരെ വെളിയിൽ വന്നിട്ടില്ല. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഒരാൾ എന്ന് പറഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ, അയാളെൻ്റെ ഇടനിലക്കാരനെന്ന് പറയുന്നത്. അപ്പോൾ ഇടനിലക്കാരൻ വഴിയായിരിക്കും, അയാളാണ് സോണിയാഗാന്ധിയുടെ അടുത്ത് പടം എടുത്തതും അടൂർ പ്രകാശ് വഴി പോയതുമൊക്കെ അയാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ബിസിനസ് നേരിട്ട് നിർവഹിച്ചത് ഇദ്ദേഹമായിരിക്കാം. അതിൻ്റെ പങ്ക് ഈ പറഞ്ഞ പ്രതികളിലൊക്കെ കൃത്യമായിട്ട് അവർ സഹായങ്ങൾ ചെയ്തു കൊടുത്തു, എൻ്റെ ഈ പ്രതിഫലം ഇവരിലേക്ക് എത്തിയെന്നുള്ളതാണ്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയൊന്നും കൃത്യമായിട്ട് വിവരങ്ങൾ കിട്ടണം. അത് SITയിൽ നിന്ന് കിട്ടിയിട്ടില്ല. സ്വാഭാവികം ED ചോദ്യം ചെയ്യുമ്പോൾ ഒരു പക്ഷേ കിട്ടിയാലായി. അതാണ് ഇപ്പോഴത്തെ ഈ ശബരിമല കൊള്ള കേസിൻ്റെ നിലവിലുള്ള സാഹചര്യം എന്ന് പറയുന്നത്. ഈ കുറ്റപത്രം വൈകിപ്പിച്ചത് ഒരു ഗൂഢാലോചനയെ കാണുന്നു. തീർച്ചയായിട്ടും അങ്ങനെ സംശയിക്കേണ്ടി വരും. കാരണം നിങ്ങൾക്ക് ഒരു അന്വേഷണ സമയത്ത് പ്രതികൾ പുറത്തിറങ്ങാൻ പാടില്ല, പുറത്തിറങ്ങിയാൽ അവരിപ്പോൾ തെളിവുകൾ നശിപ്പിക്കും എന്ന് അന്വേഷണത്തെ അറിയാഞ്ഞിട്ടല്ല. അങ്ങനെയാണെങ്കിൽ അവർ പുറത്തിറങ്ങാതിരിക്കാനുള്ള മുൻകരുതൽ സ്വീകരിക്കേണ്ടതല്ലേ? ഇതങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇവരിങ്ങനെ ഓരോ സമയത്തും കേസ് നീട്ടി ചോദിക്കും, അവരെ അറസ്റ്റ് ചെയ്യും, ഇവർ അറസ്റ്റ് ചെയ്യും, ഉടനെ വലിയ വാർത്തയാവും, ജനങ്ങൾ നമ്മളെപ്പോലുള്ളവർ കുറേ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും, ജനങ്ങൾ വിചാരിക്കും ഈ സത്യസന്ധമായ കാര്യങ്ങൾ പോകുന്നത്. അതൊന്നുമല്ല. ഇതുപോലെ ഈ 13 പ്രതികളും സുഖമായിട്ട് ഇങ്ങനെ വെളിയിലിറങ്ങി പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. അത് തടയപ്പെടണമെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം ED നടത്തിയ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ചോദ്യത്തിൽ അവരിന് FIR രജിസ്റ്റർ ചെയ്യണം ഈ പറഞ്ഞ ആളുകൾക്കെതിരെ. എന്നാൽ മാത്രമേ ഇവരെ ജയിലിലിട്ടുകൊണ്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയൂ. സർക്കാരിൻ്റെ ഇടപെടൽ സംശയിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. ജനങ്ങൾ സംശയിക്കുന്നത്. ജനങ്ങൾ മാത്രമല്ല, മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ സംശയിക്കുന്നുണ്ടല്ലോ. കോൺഗ്രസും BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നുണ്ടല്ലോ. അതായത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള നിയന്ത്രണം ഈ SIT ഉദ്യോഗസ്ഥന്മാർ വഴി ഇതിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. KP ശങ്കരാസിൻ്റെ കേസിൽ നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാരിൻ്റെ താല്പര്യങ്ങൾ എന്ന് പറയുന്നത്
ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് എന്ത് ചെയ്യരുത്, നമ്മുടെ നേതാക്കളൊക്കെ കുടുങ്ങരുത്, സത്യം പുറത്തു വരരുത് എന്ന് CPM വലുതായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. മറ്റൊരു സാഹചര്യം ഒരു പക്ഷേ അവർ ശകലം വിട്ടുകൊടുത്തേനെ. പക്ഷേ ഇനി അത് പറ്റില്ല. കാരണം ഏതാനും മാസങ്ങളെ തെരഞ്ഞെടുപ്പിനുള്ളൂ. മുച്ചൂടും CPM മുടിഞ്ഞു പോകും ഈ കേസ് വെളിയിൽ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയും പ്രതിരോധിക്കുക, ഇതിനെ തൽക്കാലം നീട്ടിക്കൊണ്ടു പോകുന്ന ഒരു തന്ത്രമാണ്. ആ തന്ത്രമാണ് ഇപ്പോൾ വൈറ്റിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.